അപ്പൊ നമുക്കറിയാം പേപ്പർ 2-ന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള ഒരു ഏരിയ. പേപ്പർ 2-ല് ഓക്കെ, ആളുകൾ ജോയിൻ ചെയ്യുന്നതിന്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആയിരിക്കാം, ചെറുതായിട്ട് കാണുന്നത്, കുഴപ്പമില്ല. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എനിക്ക് വന്നൊരു 10 മിനിറ്റുള്ളിൽ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പേപ്പർ 2-ന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് എന്നൊരു പാട്ട് അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ് എന്നുള്ള പാട്ട് പേപ്പർ 2-ൽ നമ്മൾ പറയുന്നത്. ആ പേപ്പർ 2-ൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകളൊന്നാണ് ഞാൻ പറഞ്ഞ പോളിറ്റി. ഓക്കെ, പല കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ പോളിറ്റി. ഈ പോളിറ്റിയാണ് നമ്മൾ ഡീൽ ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ പോളിറ്റി ഒരു ഫിലിംസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പം എന്ന് വെച്ചാൽ ഫിലിംസ് ആകാം, അതല്ലാതെ നമ്മളെ KS ഫിലിംസിനാണെങ്കിലും നമ്മൾ ലക്ഷ്മികാന്ത് ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുക. തീർച്ചയായിട്ടും മെയിൻസിനും ലക്ഷ്മികാന്ത് തന്നെയാണ് ബേസ്. പക്ഷെ അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അതിലെ കുറച്ച് എന്താണ് ഒരു എക്സ്റ്റൻഷൻ, കുറച്ച് ഡയമെൻഷൻസ് ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ഉത്തരം എഴുതാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങാം. അപ്പൊ അതനുസരിച്ച് 1-2 ദിവസമൊക്കെ ക്ലാസ്സുകൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടും. ഫ്ലോ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എങ്ങനെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കറിയാം സാധാരണഗതിയില് ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ പോളിറ്റി എന്നുള്ള ക്ലാസ് വരുമ്പോൾ കുറെ അധികം ഏരിയാസ് ഉണ്ട്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പോളിറ്റിയിൽ തന്നെ നമ്മൾ സാധാരണ പഠിക്കുന്നത് ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത്, മെയിൻസ് പെർസ്പെക്റ്റീവ് ഫോക്കസ് ചെയ്യേണ്ടത്, ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ്, 2 ഫണ്ടമെന്റൽ DPSP എന്ന് വെച്ചാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അത് കഴിഞ്ഞ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഒപ്പം മറ്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് പാർലമെന്ററി ഡ്യൂട്ടീസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സുകളിലേക്ക് കിടക്കുകയാണ്, ടോപ്പിക്കുകളിലേക്ക് കിടക്കുകയാണ്. എനിക്കൊന്ന് ഏതാണ്ട് എല്ലാവരും അഡ്മിറ്റ് ആയിട്ടുള്ളതാണ്. ഒന്ന് ഇനി ആരെങ്കിലും അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു പേപ്പർ 2-ന്റെ ഭാഗമാണ്. നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ ഫിലിംസ് പെർസ്പെക്റ്റീവിലല്ല, നമ്മൾ ഇന്ന് പഠിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെയിൻസ് പെർസ്പെക്റ്റീവിലാണ്. അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് വെച്ചാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഓക്കെ, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിന്റെ എക്സ്റ്റൻഷൻ ആണ്. ആദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. അത് ഫിലിംസ് ഓറിയന്റഡ് ആണെന്ന് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഫിലിംസ് ഓറിയന്റഡ് ആയിരിക്കാം എന്ന് വെച്ചാൽ കുറച്ച് ഡാറ്റ പറയും, പക്ഷെ അത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ ഇത് പാർട്ട് 3, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3-ലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 13 ടു ആർട്ടിക്കിൾ 35 ഇതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന ഭാഗം. ആർട്ടിക്കിൾ 13 ടു ആർട്ടിക്കിൾ 35 ഈ ഒരു ഭാഗമാണ് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പറയാ. പിന്നെ അതുപോലെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ഫ്രം US കോൺസ്റ്റിറ്റ്യൂഷൻ. US കോൺസ്റ്റിറ്റ്യൂഷനിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ഇത് ഇൻസ്പയർഡ് ആയിരിക്കുന്നത്. അപ്പം മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. അപ്പം ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ ദ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ്. ഇറ്റ് ഈസ് ഫോർ ദ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓൾ റൗണ്ട് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ, ഇന്റലക്ച്വൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ. അപ്പൊ അതിനുള്ള എല്ലാ കാര്യങ്ങളും ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ആർട്ടിക്കിൾ 13 ടു 35 ഇൻസ്പയർഡ് ഫ്രം US കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബിൽ ഓഫ് റൈറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. അപ്പൊ ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് ഇറ്റ് ഇസ് ഫോർ ദ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, ദാറ്റ് മേ ബി ഇന്റലക്ച്വൽ, മോറൽ ഓർ സ്പിരിച്വൽ. ഓക്കെ, ഈ ഒരു കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടത്. ഇനി ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളതാണ്. നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന്. ഞാൻ അതിനെക്കുറിച്ച് ഓരോന്നും എടുത്തെടുത്ത് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ആർട്ടിക്കിൾ 19 എന്താണ് ചോദിക്കുന്നത്, ആർട്ടിക്കിൾ 20 ആണ് എന്താണ് ചോദിക്കുന്നത്, അങ്ങനെയൊന്നും ഒരിക്കലും മെയിൻസിൽ വരില്ല. കാരണം അത് ഫിലിംസ് പെർസ്പെക്റ്റീവ് ഉള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു ഓവറോൾ ഐഡിയ പറയുമ്പോൾ നമ്മൾ വീണ്ടും പെട്ടെന്ന് തന്നെ കേസുകളിലേക്ക് പോകും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തായാലും ഞാനത് പറഞ്ഞു തുടങ്ങുന്നതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ ഇതിനെക്കുറിച്ച് ആ ക്ലാസിഫിക്കേഷൻ പറയാം. അപ്പൊ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യക്കുള്ള 6 ഫണ്ടമെന്റൽ റൈറ്റ് മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്ന 6 എണ്ണമാണ്. ഒന്ന് റൈറ്റ് ടു ഇക്വാളിറ്റി, ദാറ്റ് ഈസ് ഫ്രം ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18. റൈറ്റ് ടു ഇക്വാളിറ്റി ഫ്രം ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാളിറ്റി. റൈറ്റ് ടു ഇക്വാലിറ്റി ഫ്രം ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18. രണ്ടാമത് റൈറ്റ് ടു ഫ്രീഡം.
right to freedom of expression. Right to freedom of expression. That's from Article 19 to Article 22. From Article 19 to Article 22. മൂന്നാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. മൂന്നാമത്തെ ആ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ആർട്ടിക്കിൾ 23 and 24. ആർട്ടിക്കിൾ 23 and 24. അടുത്ത ഒരു ഗ്രൂപ്പ് എന്നുള്ളത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. Right to freedom of religion. Right to freedom of religion. Article 25 to 28. Right to freedom of religion. Article 25 to 28. ഇതില് അടുത്തത് cultural and educational rights. Cultural and educational rights. നമ്മൾ മൈനോറിറ്റി റൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് അത് തന്നെ. അതിൽ രണ്ടെണ്ണം ഉണ്ടാകും. അതുകൊണ്ടാണ് cultural and educational rights. Article 29 and 30. Article 29 and 30. അവസാനത്തെ ഗ്രൂപ്പിംഗ് ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു ബേസിക് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. ഓക്കെ, വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് പഠിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് നോക്കേണ്ടത് നമ്മൾ ഇനി പഠിക്കുന്ന ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് കഴിഞ്ഞ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതിന്റെ ക്രിറ്റിസിസം. അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു. അതെന്താണ്? പാർട്ട് 3യുടെ ഭാഗമാണ്. US ബിൽ ഓഫ് റൈറ്റ്സ് എന്ന ഒന്നാണ്. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. ഇതൊരു കീ ടേം ആണ്. ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇറ്റ് ഇസ് നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് അല്ല, ക്വാളിഫൈഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് ഒരാൾക്ക് എന്തും വിളിച്ചു പറയാനുള്ള അധികാരമില്ല. ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടെങ്കിൽ തന്നെയും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അത് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ എക്സ്ട്രീം ലിമിറ്റ് വരെ പോകാം. നമുക്കറിയാം റൈറ്റ് ടു ഫ്രീഡം ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതിന് സ്റ്റേറ്റ് അതിന്റെ ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഫീച്ചർ എന്നുള്ള ഇറ്റ് ഇസ് നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്. സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്. അപ്പൊ തീർച്ചയായിട്ടും നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻ. അതാണ് ഒന്നാമത്തെ ഫീച്ചർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഫസ്റ്റ് ഫീച്ചർ. സെക്കൻഡ് വൺ, ഇറ്റ് പ്ലേസസ് ദ ലിമിറ്റേഷൻ ഓൺ ദ അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്. ഇറ്റ് പ്ലേസസ് ലിമിറ്റേഷൻ ഓൺ ദ അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്. അപ്പം ഇവിടെ ഇക്വാലിറ്റി ബിഫോർ ലോ, ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആണ്. അപ്പം അധികാരമുള്ളവനോ അല്ല അധികാരമില്ലാത്തവനോ, പണമുള്ളവനോ പണമില്ലാത്തവനോ എന്നുള്ളതല്ല, എല്ലാവരും നിയമത്തിനുള്ളിൽ തുല്യരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് പ്ലേസസ് ലിമിറ്റേഷൻ ഓൺ ദ അതോറിറ്റി ഓഫ് ലോ. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ഫീച്ചറിന് ജസ്റ്റീഷ്യബിൾ. ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ക്യാൻ മൂവ് ടു കോർട്ട് ഫോർ ദർ എൻഫോഴ്സ്മെന്റ്. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ജസ്റ്റീഷ്യബിൾ. ദാറ്റ് മീൻസ് എ പേഴ്സൺ ക്യാൻ മൂവ് ടു കോർട്ട് ഫോർ ഇറ്റ്സ് എൻഫോഴ്സ്മെന്റ്. ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് എങ്ങോട്ട് പോകാം? ഹൈക്കോർട്ടിലോ സുപ്രീം കോടതിയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും പോകാം. അപ്പൊ അതാണ് മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഡിഫെൻഡഡ് ആൻഡ് ദീസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇറ്റ് ഈസ് ഡിഫെൻഡഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ സുപ്രീം കോർട്ട്. ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇറ്റ് ഈസ് ഡിഫെൻഡഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ സുപ്രീം കോർട്ട്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സംരക്ഷകൻ അല്ലെ ഗ്യാരണ്ടിയർ എന്നുള്ളത് ആരാണ്? സുപ്രീം കോർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ ഈ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും ഒന്നുകൂടെ വരും. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് ഡിസ്കസ് ചെയ്യാം. അടുത്ത പോയിന്റ് ഇത് അവസാനം നമ്മൾ വീണ്ടും തിരിച്ചു വരും. അടുത്ത പോയിന്റ്, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം എന്താണ് ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒഴികെ ബാക്കി കുറച്ച് റൈറ്റ്സ് മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആർട്ടിക്കിൾ 19 എന്നുള്ളത് എക്സ്റ്റേണൽ എമർജൻസി സമയത്ത് മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. Fundamental rights can be suspended only during the operation of national emergency. Fundamental rights can be suspended only during operation of national emergency. ഇനി നമ്മൾ കാണുന്നത് ക്രിറ്റിസിസം ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് കണ്ടു? ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കണ്ടു. ഇനി ക്രിറ്റിസിസം ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോ ഫസ്റ്റ് criticism is excessive limitations.
എക്സസീവ് ലിമിറ്റേഷൻസ്. എക്സസീവ് ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16 ഫോർ എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ആർട്ടിക്കിൾ 15 എടുക്കാം. എന്താണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 16 റൈറ്റ് ടു പബ്ലിക് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോഴും അതിൽ കുറെ അധികം ക്ലോസുകൾ ഉണ്ട്. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 എന്നുള്ള റൈറ്റ് ടു ഫ്രീഡം ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴും അവിടെ എന്തുണ്ട്, വളരെയധികം ക്ലോസുകൾ വെച്ച് അതിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇവിടെ എക്സസീവ് ലിമിറ്റേഷൻസ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്നുള്ളത് ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള റൈറ്റ്സ് ആണ് ഇവിടെ കൂടുതൽ നൽകപ്പെടുന്നത്. എന്താണ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് ഇവിടെ കൊടുക്കുന്നില്ല. സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് എവിടെയാണ് കൊടുക്കുന്നത്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് ഏത് കൊടുക്കുന്നത്? സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് കൊടുക്കുന്നത്. അതാണെങ്കിൽ DPSP എന്നുള്ളത് ഒരു സ്റ്റേറ്റുകൾക്ക്, ഗവൺമെന്റുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നടപ്പാക്കിയാൽ മതി. അപ്പം ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞത് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ അല്ലെ സിറ്റിസൺ. ഓക്കെ, പക്ഷേ പൊളിറ്റിക്കൽ റൈറ്റ്സ് മാത്രം കൊടുത്തുകൊണ്ട് ഒരാളുടെ ഓവറോൾ ഡെവലപ്മെന്റ് നടക്കോ? സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സും കൂടെ അവിടെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ലെസ് ക്ലാരിറ്റി. ഇപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും ഡിഫൈൻ ചെയ്യോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ മൈനോറിറ്റി. ഈ മൈനോറിറ്റി എന്നുള്ളത് അവര് 29 ആർട്ടിക്കിൾ 29 30 യൂസ് ചെയ്യുന്നുണ്ട്. മൈനോറിറ്റി പലയിടത്തും യൂസ് ചെയ്യും. പക്ഷെ എന്താണ് മൈനോറിറ്റി, ആരാണ് മൈനോറിറ്റി എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഈ ഇടയ്ക്ക് സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസ് എടുക്കാം. നാഗാലാൻഡ് എന്നുള്ള സ്റ്റേറ്റ് എടുക്കാം. നാഗാലാൻഡ് എന്നുള്ള സ്റ്റേറ്റിൽ 98% ക്രിസ്ത്യൻസ് ആണ്. 2% മാത്രമേ എന്തുള്ളൂ, 2% അതർ റിലീജിയസ് ഗ്രൂപ്പ് ഉള്ളൂ. ഇപ്പൊ 2% ഒക്കെ ഹിന്ദുസ് ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ ഹൈന്ദവ വിഭാഗം എന്നുള്ളത് എന്താണ്, അവിടെ റിലീജിയസ് മൈനോറിറ്റി ആണ്. പക്ഷെ ഇവിടെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇത് സ്റ്റേറ്റ് വൈസ് ആണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ നാഷണൽ വൈസ് ആണോ എടുക്കേണ്ടത് എന്നുള്ളത്. സുപ്രീം കോടതി എന്തായാലും തള്ളിക്കളഞ്ഞു. പിന്നെ അതുപോലെ മറ്റൊരു കോൺട്രവേഴ്സ്യൽ കേസ് ആയിരുന്നു ഗുജറാത്ത് സർക്കാർ ജ്യൂസ് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് അവർക്ക് കൊടുത്തു. പക്ഷെ അത് നാഷണൽ ലെവലിൽ അങ്ങനെ കൊടുക്കപ്പെട്ടില്ല. അതും അതുപോലെ ചലഞ്ച് ചെയ്യപ്പെട്ടു. അപ്പൊ ഇവിടെ മൈനോറിറ്റി ആര്, റിലീജിയസ് മൈനോറിറ്റി ആണോ അതല്ലേ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണോ എന്നൊന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നില്ല. എന്നതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഇങ്ങനെയുള്ള നിയമ വ്യവഹാരത്തിനുള്ള ലിറ്റിഗേഷൻസ് ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഏറ്റവും ഒരു പൗരന് ആ രാജ്യത്തിന്റെ ഭാഗമായി തീരുന്നുകൊണ്ട് കിട്ടുന്ന അവകാശങ്ങളാണ്. അടിസ്ഥാനപരമായ അവകാശങ്ങൾ അല്ലെ മനുഷ്യാവകാശങ്ങളാണ്. അത് ഏതെങ്കിലും കാലത്ത് സർക്കാരിന് തിരിച്ചെടുക്കാനുള്ള ഒരു അവകാശം, ഒരു അധികാരം ഉണ്ടോ? ഇല്ല. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിൽ തന്നെ ഫണ്ടമെന്റൽ ആണ്. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ ചില ഭൂരിഭാഗം ഫണ്ടമെന്റൽ റൈറ്റ്സും കുറച്ച് ആർട്ടിക്കിൾ 20 and 21 ഒഴികെ ബാക്കിയെല്ലാം സർക്കാരിന് എമർജൻസി എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം. ശരിക്കും പറയാൻ ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെയാണോ എന്നുള്ളത് ചോദ്യം ചെയ്യും. കാരണം ഇത് സർക്കാരിന്റെ കനിവിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇരിക്കുന്നത്. ഞാൻ ആർട്ടിക്കിൾ 19 എന്നുള്ളത് എന്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്. അത് പക്ഷേ നാളെ ഗവൺമെന്റ് അത് അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഫണ്ടമെന്റൽ റൈറ്റ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണോ എന്ന് ഒരു ചോദ്യം അവിടെ വരാം. അപ്പം അടുത്ത ഒരു പോയിന്റ് എന്നുള്ളത് ഇതിന് നമുക്ക് ഈ ഒരു അടുത്ത ക്രിറ്റിസിസം, ഇങ്ങനെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് എന്താണുള്ളത്, ആർട്ടിക്കിൾ 32 യൂസ് ചെയ്യാം. പക്ഷേ ഒരു സാധാരണ വ്യക്തിക്ക് ആർട്ടിക്കിൾ 32 യൂസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഏതാണ്ട് 30% ആണ് വരുന്ന ആളുകൾ എന്താണ്, ബിലോ പോവർട്ടി ലൈനാണ്. അങ്ങനെ വരുന്ന ആ സമൂഹത്തിന് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേഷൻ ചോദ്യം ചെയ്യാനോ അതിനെതിരെ പ്രതികരിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എവിടെ പോകണം? ഒന്നെങ്കിൽ മിനിമം ഹൈക്കോടതി പോകണം, അല്ലെങ്കിൽ സുപ്രീം കോടതി പോകണം. ഒരു സാധാരണ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോവാനുള്ള ഒരു സാധ്യതയുണ്ടോ? വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, എക്സ്പെൻസീവ് റെമഡിയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എൻ എക്സ്പെൻസീവ് റെമഡി. ആർട്ടിക്കിൾ 32 എന്നൊക്കെ പറയുമ്പോൾ സുപ്രീം കോടതി ഗ്യാരണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും അതെന്താണ്, എക്സ്പെൻസീവ് റെമഡിയാണ്. അടുത്ത ഒരു ക്രിറ്റിസിസമാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. ലോകത്തിലെ വേറൊരു ജനാധിപത്യ രാജ്യത്തും കാണാത്ത ഒരു കാര്യമാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. ചൈനയിലൊക്കെ ഉണ്ടാവും, കാരണം ചൈന അങ്ങനെയല്ല മറ്റു രാജ്യങ്ങളൊക്കെ അല്ല നോർത്ത് കൊറിയയിലൊക്കെ ഉണ്ടാകാം ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ. പക്ഷേ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കരുതൽ തടങ്കൽ. ഞാനൊരു കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു, ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള പേരിൽ എന്നെ തടൽ വെക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ തന്നെയാണ്. അപ്പം കാരണം ആർട്ടിക്കിൾ 22 പറയുന്ന എന്താണ്, പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ.
അപ്പം അതിനെതിരെ ഉള്ളൊരു ഒരു ലംഘനം, നഗ്നമായ ആ ഫണ്ടമെന്റൽ റൈറ്റ് നഗ്നമായ ലംഘനം തന്നെയാണ് എന്ത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. ഓക്കെ, അപ്പം ക്രിറ്റിസിസം ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഒന്നെന്താണ് എക്സസീവ് ലിമിറ്റേഷൻ. ഒന്നെന്താണ് എക്സസീവ് ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ പല ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആർട്ടിക്കിൾ 19 പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് പലപ്പോഴും അതില് വലിയ ലിമിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. രണ്ട്, ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ്. സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് ഇതിന്റെ ഭാഗമാണ്, DPSPയുടെ ഭാഗമാണ്. മൂന്നാമത്തെ കാര്യം ലെസ് ക്ലാരിറ്റി. ഞാൻ മൈനോറിറ്റി കേസിൽ ഞാൻ പറഞ്ഞു ലെസ് ക്ലാരിറ്റി, മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. കാരണം ഫണ്ടമെന്റൽ എന്നുള്ളതിന്റെ ഇത് പിന്നെ എന്താണ് ഏറ്റവും അടിസ്ഥാനപരമാണ്, പക്ഷെ അത് സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്താണ് എക്സ്പെൻസീവ് റെമഡി. ആർട്ടിക്കിൾ 32 റെമഡി ആണെങ്കിലും വളരെ എക്സ്പെൻസീവ് ആണ്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോകുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. ആറാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ വിച്ച് ആക്ട്സ് അഗൈൻസ്റ്റ് ദ ആർട്ടിക്കിൾ 22. അപ്പൊ ഇതാണ് ക്രിറ്റിസിസം ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു ക്രിറ്റിസിസം. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടു, അതിനുശേഷം ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കണ്ടു. ഇപ്പൊ നമ്മൾ കണ്ടത് ക്രിറ്റിസിസം ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്ത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ മെയിൻ ആയിട്ടുള്ള ചില പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സിലൊക്കെ ആണെങ്കിൽ നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ് എന്ന് പറയാം. അപ്പൊ നമ്മൾ മെയിൻസ് എഴുതുമ്പോൾ ആ പോയിന്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിടണം. കാരണം ബാക്കി അതിലുള്ള ആ മെയിൻ 4 വേർഡുകൾ നമ്മൾ യൂസ് ചെയ്ത് ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അപ്പൊ ആ ഒരു കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് അത് എന്താണ് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് വ്യത്യാസപ്പെടുത്താവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പില്ല. സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യന് അതേപോലെ തന്നെ ഇരിക്കില്ല, പക്ഷെ നമുക്ക് ക്രിറ്റിസിസം ഒക്കെ നമ്മൾ അറിയണം. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു സ്ലൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ ഇതിൽ ഷെയർ ചെയ്യാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് സാറിന് അയച്ചു കൊടുത്താൽ അത് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടാവുന്നേ ഉള്ളൂ. അപ്പൊ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇനി പറയുന്നത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു മാറ്ററിലേക്ക് എത്തിയിട്ടില്ല. കാരണം നമ്മൾ അടുത്തൊരു ഇതിലാണ് നമ്മൾ എത്തുന്നത്. കാരണം കുറച്ചുകൂടെ മെയിൻ ടോപ്പിക് എന്നുള്ള രീതിയിൽ. അപ്പൊ അടുത്ത് നമ്മൾ കാണുന്നത്, അപ്പൊ നമ്മള് ഫീച്ചേഴ്സ് കണ്ടു, അത് കഴിഞ്ഞ് ക്രിറ്റിസിസം കണ്ടു. ഇനി കാണുന്ന സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈസ് ദ ബെഡ് റോക്ക് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ ദ നേഷൻ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈസ് ദ ബെഡ് റോക്ക് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ ദ നേഷൻ. അപ്പം ഈ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ഈ രാജ്യത്ത് പൗരനായിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ആ ഒരു മെച്ചം എന്നുള്ളത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് അനുഭവിക്കാം എന്നുള്ളതാണ്. അടുത്ത സിഗ്നിഫിക്കൻസ് മെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് ഫോർ ദ മെറ്റീരിയൽ ആൻഡ് മോറൽ പ്രൊട്ടക്ഷൻ ഓഫ് മാൻ. ഇറ്റ് പ്രൊവൈഡ് ഫോർ ദ മെറ്റീരിയൽ ആൻഡ് മോറൽ പ്രൊട്ടക്ഷൻ ഓഫ് മാൻ. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ജീവനും സ്വത്തിനും ഒക്കെ ഇവിടെ എന്താണ് പരിരക്ഷ നൽകിയാണ്. ആണ് രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ്. മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഇറ്റ് എൻഷുർ ദ ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽസ്. ensure dignity and respect for individuals. For example, Article 17 against untouchability. അപ്പം ഈ ഒരു മോശമായ ആചാരത്തിനെതിരെ, വ്യക്തികളോട് ചെയ്യുന്ന മോശമായ ആചാരത്തിനെതിരെ ശക്തമായിട്ട് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിലും അതുപോലെ ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ കാണാൻ പറ്റും. അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂൾ ഓഫ് ലോ. ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂൾ ഓഫ് ലോ. അപ്പൊ ആർട്ടിക്കിൾ 14 നമുക്കറിയാം all are equal before the law, equality before law. അപ്പം നിയമവാഴ്ചയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെയാണ്. അടുത്ത ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂൾ ഓഫ് ലോ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇറ്റ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് വീക്കർ സെക്ഷൻ. ഇറ്റ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് വീക്കർ സെക്ഷൻ. It protect the interest of minorities and weaker section. അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30 വളരെ ഇതായിട്ട് മൈനോറിറ്റീസും വീക്കർ സെക്ഷനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഇറ്റ് സ്ട്രെങ്തൻ. ഇറ്റ് എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇറ്റ് സ്ട്രെങ്തൻ ദ സെക്യുലർ ഫാബ്രിക് ഓഫ് ദ നേഷൻ. ഇറ്റ് സ്ട്രെങ്തൻ ദ സെക്യുലർ ഫാബ്രിക് ഓഫ് ദ നേഷൻ.
ഇറ്റ് സ്ട്രെങ്തൻ ദ സെക്യുലർ ഫാബ്രിക് ഓഫ് നേഷൻ. അപ്പൊ നമ്മൾ കണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇൻട്രൊഡക്ഷൻ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള എന്താണ് ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ക്രിറ്റിസിസം ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, സാലിയന്റ് ഫീച്ചേഴ്സ്. ഇനി നമ്മൾ കാണുന്ന ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ട് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21. ഇനി ആർട്ടിക്കിൾ 21നെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഈ സെഷനിലേക്ക് പോവുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. മെയിൻസ് പെർസ്പെക്റ്റീവില് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം വളരെയധികം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയാണ്. ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 21 provides for protection of life and personal liberty. അപ്പൊ ഇവിടെ റൈറ്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു ലൈഫ്. റൈറ്റ് ടു ലൈഫ് ആണ് ആർട്ടിക്കിൾ 21 എന്താണ്? റൈറ്റ് ടു ലൈഫ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഇവിടെ റൈറ്റ് ടു ലൈഫ് എന്ന് വെച്ചാൽ ജീവിക്കാനുള്ള ഒരു അവകാശം. അപ്പൊ ഇതിനെക്കുറിച്ച് തോമസ് ജെഫേഴ്സൺ പറഞ്ഞ ഒരു കോട്ട് നമുക്ക് മെയിൻസ് ഒക്കെ എഴുതുന്ന നമ്മൾ കോട്ട് എഴുതണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കോട്ട് ചെയ്യുന്ന നല്ലതായിരിക്കും. അപ്പൊ ഈ കോട്ട് ഇങ്ങനെയാണ്: റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലൈഫ് is an inalienable right to life is an inalienable and inherent right to life is an inalienable and inherent right of every human being. Right to life is an inalienable and inherent right of every human being. Thomas Jefferson, US president ആയിരുന്ന തോമസ് ജെഫേഴ്സൺ. റൈറ്റ് ടു ലൈഫ് is an inalienable and inherent right of every human being. അപ്പൊ ഇതാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 പറയുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി എന്ന് വെച്ചാൽ റൈറ്റ് ടു ലൈഫ്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന ഒരു കോട്ടാണ്. നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഓക്കെ. സുപ്രീം കോർട്ട് ഈ ആർട്ടിക്കിൾ 21നെ കുറിച്ച് പറയുന്നത്, സുപ്രീം കോർട്ട് പറയുന്നത് വെച്ചാൽ ഹാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 20 കുറിച്ച് പറയുന്നത്. സുപ്രീം കോർട്ട് ഡിസ്ക്രൈബ്സ് ആർട്ടിക്കിൾ 21. സുപ്രീം കോർട്ട് ഡിസ്ക്രൈബ്സ് ആർട്ടിക്കിൾ 21 as heart of fundamental rights. As heart of fundamental rights in ഉണ്ണികൃഷ്ണൻ കേസ്. ഈ കേസ് നമ്മൾ വീണ്ടും കാണും. ഇൻ ഉണ്ണികൃഷ്ണൻ കേസ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് ആർട്ടിക്കിൾ 21 എന്നുള്ളത് ഹാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഫണ്ടമെന്റൽ റൈറ്റ്. ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 21ന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രിവെന്റ് എൻക്രോച്ച്മെന്റ് upon personal liberty. To prevent encroachment upon personal liberty and life. To prevent encroachment upon personal liberty and life. അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ 21നെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നീട് നമുക്ക് കാണാം, ഇപ്പൊ ഈ ആർട്ടിക്കിൾ 21 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിവിധ സുപ്രീം കോടതി വിധികളിലൂടെ ഈ ആർട്ടിക്കിൾ 21ന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉണ്ട്. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ. ആർട്ടിക്കിൾ 21ന്റെ കുറിച്ച് പറഞ്ഞു, റൈറ്റ് ടു ലൈഫ് എന്നുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കോഡ് നമ്മൾ പറഞ്ഞു. റൈറ്റ് ടു ലൈഫ് is an inalienable and inherent right of every human being. സുപ്രീം കോടതി അതിനെ കുറിച്ച് പറയാം ഉണ്ണികൃഷ്ണൻ കേസിൽ ഹാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ. ഇത് നമ്മൾ കാണുന്നത് വളരെ ഇനി ഇതിന്റെ ഒരു ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണ്. ആർട്ടിക്കിൾ 21ന്റെ സുപ്രീം കോടതി വിധികളിൽ കൂടെയുള്ള ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണ്. ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ ഈ ആർട്ടിക്കിൾ 21 ഞാൻ പറഞ്ഞു റൈറ്റ് ടു ലൈഫ് ആണ്. സുപ്രീം കോടതി വിവിധ വിധികളിലൂടെയാണ് ഇതിന്റെ ഡയമെൻഷൻസ് ഉൾച്ചേർത്തെന്ന് പറഞ്ഞു. ആദ്യം വന്ന ഒരു ഇമ്പോർട്ടന്റ് കേസാണ് ആർട്ടിക്കിൾ 21നെ കുറിച്ചുള്ള ആദ്യം വന്ന ഒരു ഇമ്പോർട്ടന്റ് കേസാണ് മേനാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978. അപ്പോ നമ്മൾ മെയിൻസ് ആൻസർ ഒക്കെ എഴുതുമ്പോൾ എന്താണ് അവര് എന്താണ് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടോപ്പിക് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതാം, നല്ലതാണ്. തീർച്ചയായിട്ടും നമ്മളെ ഒപ്പീനിയൻ എന്തായാലും എഴുതണം. പക്ഷെ ചില എന്താണ് ഇമ്പോർട്ടന്റ് പ്രത്യേകിച്ച് പോളിറ്റി എഴുതുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സുപ്രീം കോർട്ട് വെർഡിക്സും അതുപോലെ എന്താണ് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർട്സ് ഒക്കെ അതിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ആ ആൻസറിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. കാരണം ഞാൻ എന്റെ ഒപ്പീനിയൻ മാത്രമല്ല സുപ്രീം കോടതിയുടെ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ കോട്ട് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒപ്പീനിയനും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത് വളരെ കോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ മേനാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978 എന്നൊക്കെ ഒരു ആൻസർ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം എന്താണ് ആധികാരികമായിട്ട് പറയുന്നതാണ് ഒന്ന് വ്യക്തമാവും, രണ്ടെന്നാണ് പഠിച്ചിട്ടാ വരുന്നത് മനസ്സിലാവും. അപ്പൊ തന്നെ മറ്റ് ക്വസ്റ്റ്യൻ ആൻസറിനെക്കാട്ടും നമുക്കൊരു മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടിയുള്ള സാധിക്കും. കാരണം മെയിൻസിൽ ആൻസർ എഴുതുന്നത് ഏതാണ്ട് എല്ലാവർക്കും ഒരു ചോദ്യം ചോദിച്ചാൽ ഒപ്പീനിയൻ ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു എന്താണ് ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഡാറ്റ കണ്ടന്റ് കിട്ടുമ്പോൾ. അപ്പൊ ആദ്യത്തെ കേസ് ഞാൻ പറഞ്ഞു മേനാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978. ഈ ഒരു കേസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം, ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. നമുക്കറിയാം മേനാ ഗാന്ധി എന്നുള്ളത് 1978ലെ കേസാണ്.
1977 എമർജൻസി കഴിഞ്ഞു. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഇലക്ഷനിൽ പരാജയപ്പെട്ടു. അതോടുകൂടി ജനതാ ഗവൺമെന്റ്, മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് വന്നു. അപ്പം ആ ഒരു സമയത്ത് നമുക്കറിയാം മേനകാഗാന്ധി മരുമോളാണ്. അപ്പം വളരെ നല്ല ബന്ധത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ മേനകാഗാന്ധിക്ക് ആ ഒരു സമയത്ത് ഈ ജനതാ ഗവൺമെന്റ് പാസ്പോർട്ട് നിഷേധിക്കണം. വിദേശത്ത് പോകാൻ വേണ്ടി ഒരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. പക്ഷേ യൂണിയൻ ഗവൺമെന്റ് നിഷേധിച്ചു. അതിനെതിരെയാണ് മേനകാഗാന്ധി സുപ്രീം കോടതി പോയത്. അന്ന് വന്ന ഒരു വെർഡിക്റ്റ് ആണ്, ആ കേസിൽ വന്ന വെർഡിക്റ്റ് ആണിത്. അതാണ് ഈ ഒരു കേസിന്റെ ഒരു എന്താണ് പിൻഭാഗം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട്. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി, ഒരു കേസ് എന്താണെന്ന് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളും കഥകളൊക്കെ പറയുമ്പോൾ ചിലപ്പം കൂടുതൽ മെമ്മറി കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. ഇപ്പം ഇൻ മേനകാഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978, Supreme Court ruled that state cannot arbitrarily take away personal liberty. ഇതാണ് അതിലെ ആ ഒരു മെയിൻ ആയിട്ടുള്ള അതിലെ വെർഡിക്റ്റ്. സുപ്രീം കോർട്ട് റൂൾഡ് ദാറ്റ് state cannot arbitrarily take away personal liberty. In Menaka versus Union of India 1978, Supreme Court ruled that state cannot arbitrarily take away personal liberty. അപ്പം ആർട്ടിക്കിൾ 21 ആദ്യ ഒരു എക്സ്പാൻഷൻ നമ്മൾ കാണുന്നത് മേനകാഗാന്ധി കേസിലാണ്. ഓക്കെ, ഇൻ മേനകാഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978, സുപ്രീം കോർട്ട് റൂൾ ദാറ്റ് സ്റ്റേറ്റ് കനോട്ട് ആർബിട്രറിലി ടേക്ക് അവേ പേഴ്സണൽ ലിബർട്ടി. ഈ കേസിൽ തന്നെ ആണ് റൈറ്റ് ടു ലൈഫ് എന്നുള്ളത് എന്താണെന്ന് വീണ്ടും സുപ്രീം കോർട്ട് പറയുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്താണ് ജീവൻ സംരക്ഷിക്കുക. റൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്? ജീവിക്കാൻ അനുവദിക്കുക. വെറുതെ മിയർ എക്സിസ്റ്റൻസ് അല്ല, അതിന്റെ അപ്പുറം മറ്റൊരു മീനിങ് ഉണ്ടെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് എഴുതുന്നത് ഇങ്ങനെയാണ്: റൈറ്റ് ടു ലൈഫ് ഡസ് നോട്ട് മീൻ മിയർ സർവൈവൽ. റൈറ്റ് ടു ലൈഫ് ഡസ് നോട്ട് മീൻ മിയർ സർവൈവൽ. ഇറ്റ് മീൻസ് right to life does not mean mere survival. It means a right to live meaningful life. It means a right to live meaningful life, complete and dignified life. It means right to live meaningful, complete and dignified life. അപ്പോ ഈ മേനകാഗാന്ധി കേസാണ് നമ്മൾ ആദ്യം കണ്ടത്. മേനകാഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978. ഇതിലൊന്ന് പറയുന്നത് എന്താണ്? സുപ്രീം കോർട്ട് റൂൾ ദാറ്റ് സ്റ്റേറ്റ് കനോട്ട് arbitrarily take away personal liberty. രണ്ടാമത് പറയുന്നതാണ് റൈറ്റ് ടു ലൈഫ് ഡസ് നോട്ട് മീൻ ദാറ്റ് മിയർ സർവൈവൽ. ഇറ്റ് മീൻസ് റൈറ്റ് ടു ലീവ് മീനിങ്ഫുൾ, കംപ്ലീറ്റ് ആൻഡ് ഡിഗ്നിഫൈഡ് ലൈഫ്. ഇപ്പൊ ഈ ഒരു കേസ് നമ്മൾ കണ്ട ആർട്ടിക്കിൾ 21 ആദ്യ എക്സ്പാൻഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് കേസാണ് ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഇതിന്റെ ഡേറ്റ് ഞാനത് പെട്ടെന്ന് വിട്ടുപോയി. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം. ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഇൻ ദാറ്റ് SC പ്രൊവൈഡ്. അപ്പൊ ഈ ഒരു കേസിലാണ് സുപ്രീം കോർട്ട് ആദ്യം നമ്മൾ പറഞ്ഞു ഈ എന്താണ് സ്റ്റേറ്റിന് ആർബിട്രറി പേഴ്സണൽ ലിബർട്ടി എടുക്കാൻ പറ്റില്ല, പിന്നെ അതുപോലെ മിയർ സർവൈവൽ അല്ല എന്ന് മേനകാഗാന്ധി കേസ് പറഞ്ഞു. ഈ ഉണ്ണികൃഷ്ണൻ കേസിലാണ് വേറെ പലതും സുപ്രീം കോർട്ട് ആഡ് ചെയ്തത്. എന്ന് വെച്ചാൽ റൈറ്റ് ടു ഷെൽട്ടർ, റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു ഗോ അബ്രോഡ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് എഴുതേണ്ടത്: ഇൻ ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്, സുപ്രീം കോർട്ട് പ്രൊവൈഡഡ് എ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ്. സുപ്രീം കോർട്ട് പ്രൊവൈഡഡ് എ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് under Article 21. Supreme Court provided a list of rights under Article 21, like a right to go abroad, right to shelter, right to food, etc. Okay. ഇനി ഈ രണ്ട് കേസുകൾ നിങ്ങൾ കണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ആർട്ടിക്കിൾ 21 ആണ് നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ അതിൽ വിട്ടുപോരുത്. ആർട്ടിക്കിൾ 21 ആണ് മെയിൻ കീ. ആ കീയിൽ നിന്ന് ഡിഫറെന്റ് ഡയമെൻഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു ഡയമെൻഷൻ ആണ് ട്രാൻസ്ജെൻഡർ റൈറ്റ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് ആർട്ടിക്കിൾ 21 അതിന്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടിയിരിക്കുന്നത് ഈ വിഭാഗത്തിനാണ്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനാണ്. അപ്പൊ ട്രാൻസ്ജെൻഡർ റൈറ്റ്സ് ഇനി ആർട്ടിക്കിൾ 21 വരുന്ന അടുത്ത ഡയമെൻഷൻ ആണ് ട്രാൻസ്ജെൻഡർ റൈറ്റ്സ്. അപ്പൊ ഈ ഒരു കേസ്, ഇവിടെയുള്ള കേസ് നമ്മൾ എഴുതണം: നവതേജ് സിംഗ് ജോഹർ, NAVTEJ, സിംഗ് ജോഹർ, JOHAR. Navatej Singh Johar versus Union of India 2018. Navatej Singh Johar versus Union of India 2018. ഈ കേസ് നിങ്ങൾ ഓർത്തിരിക്കണം. നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018. ഇപ്പൊ ഈ കേസിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കേസ് പ്രകാരമാണ് നമ്മൾ പിന്നീട് കാണുന്ന സെക്ഷൻ 377 ഡീക്രിമിനലൈസ് ചെയ്തത്. എന്ന് വെച്ചാൽ ഹോമോസെക്ഷുവാലിറ്റി
ഡീക്രിമിനലൈസ് ചെയ്ത് ഈ ജഡ്ജ്മെന്റ് പ്രകാരമാണ്. അപ്പൊ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? റൈറ്റ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ആ സെക്സ് വെച്ച് എന്താണ് ഡിസ്ക്രിമിനേഷൻ വരുന്നതാണ് ഇതില് ഈ സെക്ഷൻ 377. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു? ഇല്ലായിരുന്നു. കാരണം അവർ ഡിസ്ക്രിമിനേറ്റഡ് ആയിരുന്നു. അപ്പം നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018 കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി കൂടെ നൽകപ്പെടുകയാണ്. സോ ഇൻ നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018, constitutional rights were guaranteed to transgenders. Constitutional rights were guaranteed to transgenders. അപ്പൊ നമുക്ക് ഒരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇതിന്റെ മുന്നേ വേറൊരു കേസ് ഉണ്ടായിരുന്നു. ഡൽഹി ഹൈക്കോർട്ട് ഓൾറെഡി സെക്ഷൻ 377 നള്ളിഫൈ ചെയ്തതാണ്. പക്ഷേ അത് സുപ്രീം കോടതി മാറ്റിവെച്ചു. പിന്നെ ഈ ഇടയ്ക്കുണ്ടായ കേസിലാണ് അവർ അനുകൂല വിധി പറഞ്ഞത്. അപ്പം ഇവിടെ ട്രാൻസ്ജെൻഡർ റൈറ്റ്സിന്റെ ആ ഒരു കാര്യം പറയുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് തീർച്ചയായിട്ടും എന്താണ് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത് റിലീജിയസ് മൊറാലിറ്റി വെച്ച് നോക്കുമ്പോൾ തെറ്റാണ്. ഒരുമാതിരിപ്പെട്ട റിലീജിയസും അതിനെ തെറ്റായിട്ടാണ് കാണുന്നത്. അപ്പൊ റിലീജിയസ് മൊറാലിറ്റി വെച്ച് തെറ്റാണ്. പബ്ലിക് മൊറാലിറ്റി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ സദാചാര ബോധം വെച്ച് അവരത് തെറ്റായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ സുപ്രീം കോടതി പറയുന്നത് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത് പബ്ലിക് മൊറാലിറ്റിയോ അല്ലെ റിലീജിയസ് മൊറാലിറ്റിയോ അല്ല. ഇവിടെ എന്താണ് ഫോളോ ചെയ്യേണ്ടത്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ്. ആ ഒരു കീ ടൈം എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ദേശം, അതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ഇൻ ദിസ് കേസ് സുപ്രീം കോർട്ട് upheld Supreme Court upheld the constitutional morality above public or religious morality. In this case, Supreme Court upheld the constitutional morality above public or religious morality. എന്ന് വെച്ചാൽ ഇവിടെ ഈ ട്രാൻസ്ജെൻഡർ റൈറ്റ്സിന് എന്താണ് ഇങ്ങനെയുള്ള മതവിഭാഗങ്ങൾ എന്ന് പറയുന്നുണ്ടാവും, അല്ലെ പൊതുസമൂഹത്തിന്റെ സദാചാരബോധം അതിനെതിരെ ആയിരിക്കാം. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുള്ളത് എന്താണ്? അത് ഇവർക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പമാണ്. കാരണം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത്? ഇക്വാളിറ്റി ബിഫോർ ലോ എന്നാണ് പറയുന്നത്. ഇക്വാളിറ്റി ബിഫോർ ലോ, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി. അപ്പൊ ഈ ഒരു കേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി സുപ്രീം കോർട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇനി ട്രാൻസ്ജെൻഡേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ പഠിക്കണം. എന്താണ് ട്രാൻസ്ജെൻഡർ എന്നുള്ളത്? അപ്പൊ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും മെയിൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. കാരണം എന്താണ്? ഇതൊരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളതിൽ ഉപരി അതിന്റെ ഒരു ആപ്ലിക്കേഷൻ, ഫണ്ടമെന്റൽ റൈറ്റിൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇത് ആർട്ടിക്കിൾ 21. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇതിൽ കാണുന്നത്, ട്രാൻസ്ജെൻഡർ റൈറ്റ്സിൽ കാണുന്നത്. അപ്പോ നമുക്ക് ട്രാൻസ്ജെൻഡർ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, എനിക്ക് വന്ന ഇവിടുത്തെ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, ഒരു ആൻസർ എഴുതുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇതെന്താണ് നമ്മളിപ്പം പറയുന്ന പോലെ വളരെ മോശമായിട്ട് നമ്മൾ എന്താണ് മെയിൽ അല്ല ഫീമെയിൽ അല്ല അങ്ങനെ എഴുതുന്നത് ഒരു സുഖകരമായ കാര്യമല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡെഫിനിഷൻ ആയിട്ട് തന്നെ എഴുതണം. ട്രാൻസ്ജെൻഡർ ഈസ് എ ടേം to describe persons. Transgender is a term to describe persons whose gender identity does not conform to their biological sex. Transgender is a term to describe persons whose gender identity does not conform to their biological sex. ഇതില് ഓക്കെ, അപ്പം നമ്മൾ ട്രാൻസ്ജെൻഡർ റൈറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് കേസ് പറഞ്ഞു, പിന്നെ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇനി ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ് തന്നെ നമുക്ക് പറയാം. ട്രാൻസ്ജെൻഡർ റൈറ്റ്സിനെ കുറിച്ച് ആദ്യം നമ്മൾ സുപ്രീം കോർട്ട് വെർഡിക്റ്റ് പറഞ്ഞു, അതിനുശേഷം ആ ട്രാൻസ്ജെൻഡറിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. ഇനി ഇഷ്യൂസ് പറയാം. ഇഷ്യൂസ്, ട്രാൻസ്ജെൻഡറിനെ കുറിച്ചുള്ള ഇഷ്യൂസ്, നമ്മൾ ട്രാൻസ്ജെൻഡർ തന്നെയാണ് പറയുന്നത്. ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ്, ഒന്നാമത്തെ ഇഷ്യൂ ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻ. കാരണം അവരെ സൊസൈറ്റിയിൽ അവർ ഔട്ട്കാസ്റ്റ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എക്കണോമിക് ആയിട്ട് എന്താണ് എംപ്ലോയ്മെന്റോ വരുമാന മാർഗങ്ങളോ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡിസ്ക്രിമിനേഷൻ. സെക്കൻഡ് ഇഷ്യൂ, ട്രാൻസ്ജെൻഡറിനെ പറ്റിയുള്ള സെക്കൻഡ് ഇഷ്യൂ, ഹറാസ്മെന്റ്, മെയിൻലി എസ്പെഷ്യലി സെക്ഷൽ ഹറാസ്മെന്റ്.
എസ്പെഷ്യലി സെക്ഷൽ ഹറാസ്മെന്റ്. മൂന്നാമത്തെ കാര്യം ലോ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ലോ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ലോ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. നാലാമത്തെ ഇമ്പോർട്ടന്റ് ഇഷ്യൂ എന്നുള്ളത് ഹെൽത്ത് ഇഷ്യൂസ്. ഹെൽത്ത് ഇഷ്യൂസ്. ഹെൽത്ത് ഇഷ്യൂസ്. അപ്പൊ ഈ ഒരു ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ്. അപ്പൊ ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പ്രകാരം നേരത്തെ പറഞ്ഞ നവതേജ് സിംഗ് ജോഹർ കേസ് പ്രകാരം സുപ്രീം കോടതി പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ഷുഡ് ബി ഗിവൺ socially and educationally backward class status. Transgenders should be given social and educational backward class status so that they will get the benefits of reservation. അപ്പം ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടും? റിസർവേഷൻ ബെനിഫിറ്റ്സ് കിട്ടും. അതുപോലെ ഈ ജഡ്ജ്മെന്റിൽ ഇവരെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടി സുപ്രീം കോടതി എന്തൊക്കെ പറയുന്നതാണ്? ഒന്ന്, ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ, സെക്കൻഡ്, ഇറ്റ് ഡീക്രിമിനലൈസസ് ഹോമോസെക്ഷുവാലിറ്റി ഓർ സെക്ഷൻ 377 ഓഫ് IPC. ഇറ്റ് ഡീക്രിമിനലൈസസ് ഹോമോസെക്ഷുവാലിറ്റി ഓർ സെക്ഷൻ 377 ഓഫ് IPC. മൂന്നാമത്തെ എന്ന് വെച്ചാൽ IPC സെക്ഷൻ 377 ഡീക്രിമിനലൈസ് ചെയ്യുന്നു. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു നിർദ്ദേശം, ഒരു ഓർഡറിൽ ഇതാണ് separate HIV centers. Separate HIV centers for transgenders. Separate HIV centers for transgenders. Separate HIV centers for transgenders. ഈ വെഡിക്റ്റില് അടുത്തൊരു നിർദ്ദേശം എന്ന് പറയുന്നത് adequate medical care. Adequate medical care. Adequate medical care. Adequate medical care. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഈ വെഡിക്റ്റിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് വെച്ചാൽ സെപ്പറേറ്റ് പബ്ലിക് ടോയ്ലറ്റ്സ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. സെപ്പറേറ്റ് പബ്ലിക് ടോയ്ലറ്റ്സ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. സെപ്പറേറ്റ് പബ്ലിക് ടോയ്ലറ്റ്സ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. അടുത്ത ഒരു നിർദ്ദേശമാണ് ഇൻക്ലൂഷൻ ഓഫ് തേർഡ് ജെൻഡർ കോളം. ഇൻക്ലൂഷൻ ഓഫ് തേർഡ് ജെൻഡർ കോളം ഇൻ ഇലക്ടറൽ റോൾ ആൻഡ് ആധാർ കാർഡ്. Inclusion of third gender column in electoral roll and Aadhaar card. Inclusion of third gender column in electoral roll and Aadhaar card. Inclusion of third gender column in electoral roll and Aadhaar card. അപ്പൊ ഇത് നമ്മൾ കാണാം, ഇപ്പം ഒരുപാട് എല്ലാ ഗവൺമെന്റ് ഡോക്യുമെന്റ്സിലും ഒരു തേർഡ് ജെൻഡർ കോളം ഉണ്ട്. അപ്പൊ അത് ഈ ഒരു വെഡിക്റ്റ് കൂടെ വന്നതാണ്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 21 ഒരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണ് നമ്മൾ കണ്ടത്, ട്രാൻസ്ജെൻഡർ റൈറ്റ്സ്. അതില് നമ്മൾ ആ കേസ് കണ്ടു. അപ്പൊ അവരെ ഇഷ്യൂസ് കണ്ടു. സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വഴി ഈ ഇഷ്യൂസിനെ എങ്ങനെ പരിഹരിക്കാം, എന്തൊക്കെയാണ് സുപ്രീം കോടതി അതിനുള്ള ഇഷ്യൂസിന് ഒരു പരിഹാരം, സജഷൻസ് പറയുന്നത് നമ്മൾ കണ്ടു. ഇനി നമ്മളൊരു സുപ്രീം കോടതി കേസ് നവതേജ് സിംഗ് ജോഹർ, ഒരാൾ ഡൗട്ട് ചോദിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018. NAVTJ. നവതേജ് സിംഗ് ജോഹർ JOHAR versus Union of India 2018. നവതേജ് സിംഗ് ജോഹർ versus Union of India 2018. ഓക്കെ, ഈ ഒരു ഡൗട്ട് അത് ക്ലിയർ ആണ്. അപ്പം ഇനിയിപ്പോ നമ്മള് ആ ഒരു ട്രാൻസ്ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ച് ഒരു മനസ്സിലായെന്നാ പറയാം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇപ്പൊ എങ്ങനെയാണ്? അപ്പൊ ട്രാൻസ്ജെൻഡർ റൈറ്റ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വിചാരിക്കാം. ട്രാൻസ്ജെൻഡർ റൈറ്റ് ഏതെങ്കിലും ഒരു കൊട്ടേഷൻ തന്നിട്ട് എന്താണ് നമുക്കതിനെ ഡിസ്കസ് ചെയ്യാം, അല്ലെ കമന്റ് ചെയ്യാം എന്നുള്ളതായിരിക്കാം ഒന്ന്. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുമ്പോ ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് തന്നെ എടുക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിമെന്റിംഗ് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പൊ അത് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണ്. ഇംപ്ലിമെന്റിംഗ് സുപ്രീം കോടതി വെർഡിക്റ്റ് ഇൻ നവതേജ് സിംഗ് ജോഹർ കേസ്, അല്ലെ ഇങ്ങനെ പറയാം, ഇംപ്ലിമെന്റിംഗ് സുപ്രീം കോടതി വെർഡിക്റ്റ് will help the transgender community to enjoy the fruits of fundamental rights. Discuss. So question പറയാം, implementing Supreme Court verdict will help transgender community to enjoy the fruits of fundamental rights. Discuss. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Implementing Supreme Court verdict will help transgender community to enjoy the fruits of fundamental rights. Discuss. അപ്പൊ ഇതാണെങ്കിൽ എന്താണ്, അപ്പൊ ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത്? സുപ്രീം കോടതി വെർഡിക്റ്റ്, ഇംപ്ലിമെന്റിംഗ് സുപ്രീം കോടതി വെർഡിക്റ്റ്. അപ്പൊ ആ സുപ്രീം കോടതി വെർഡിക്റ്റ് എഴുതണം. അപ്പം ഇവിടെ ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ്
എന്താണെന്ന് എഴുതണം. കാരണം എന്താണ് ട്രാൻസ്ജെൻഡേഴ്സിന് ഇഷ്യൂസ് എഴുതി, അത് കഴിഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞ സജഷൻസ് എഴുതി. ഇപ്പൊ ഇതുവഴി ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നടപ്പാക്കുന്ന വഴി അവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ എങ്ങനെ സാധ്യമാവുന്നുള്ളതാണ് ചോദ്യം. അപ്പം ഈ ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നമ്മൾ കണ്ടാണ് ഇതില് ഡീക്രിമിനലൈസ് IPC സെക്ഷൻ 377, ബാക്ക്വേർഡ് ക്ലാസ് സ്റ്റാറ്റസ് റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക, സെപ്പറേറ്റ് മെഡിക്കൽ കെയർ കൊടുക്കുക, HIV സെന്റേഴ്സ്, സെപ്പറേറ്റ് പബ്ലിക് ടോയ്ലറ്റ്സ്, പിന്നെ തേർഡ് ജെൻഡർ കോളം, ഇങ്ങനെ കൊടുക്കുന്ന വഴി അവർക്കുള്ള ആ ഡിസ്ക്രിമിനേഷൻ മാറുകയും എന്താണ് കൂടുതലായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് അവർക്കൂടെ അനുഭവവേദ്യമാകുകയും ചെയ്യും. ഇനി അടുത്ത സെക്ഷൻ, അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 21 തന്നെ ഒരു മേജർ ഇഷ്യൂ ആണ് നമ്മൾ അഡ്രസ് ചെയ്തത്, ട്രാൻസ്ജെൻഡർ റൈറ്റ്സ്. ഓക്കെ, അടുത്ത നമുക്ക് കാണാം. ഇനി ഈ ഒരു ട്രാൻസ്ജെൻഡർ റൈറ്റ്സ് കഴിഞ്ഞു. ഇനി ആർട്ടിക്കിൾ 21 നമ്മൾ എന്താണ് പഠിച്ചത്? ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആണ്. ഓക്കെ, പിന്നെ ഇപ്പൊ അവിടെ അതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് എന്താണ്? റൈറ്റ് ടു ഡൈ. അതിവിടെ ഉണ്ടോ? അതും കൂടി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യണം. ഒന്ന് റൈറ്റ് ടു ലൈഫ്, അപ്പം എന്താണ്? അപ്പം എനിക്ക് ജീവിക്കാനുള്ള പോലെ തന്നെ മരിക്കാനുള്ള അവകാശമില്ലേ? അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരാം. കാരണം എന്നാൽ അങ്ങനെ നമ്മൾ ഇതിൽ ഇനി കാണുന്ന അതാണ്. നമുക്ക് ആർട്ടിക്കിൾ 21 പറയുന്ന വെച്ചാൽ റൈറ്റ് ടു ലൈഫ്, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എനിക്ക് ജീവിക്കാനുള്ള പോലെ തന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് മരിക്കാനുള്ള അവകാശമുണ്ട്. കാരണം എന്താണ്? റൈറ്റ് നോട്ട് ടു ലീവ് എ ഫോഴ്സ്ഡ് ലൈഫ് എന്ന് വെച്ചാൽ നിർബന്ധിച്ച് തന്നെ ജീവിക്കേണ്ട കാര്യമില്ല, എനിക്ക് മരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അതാണ് ഇനി നമ്മൾ ഈ അടുത്തതിൽ കാണുന്നത്. അപ്പൊ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അറ്റംപ്റ്റ് ടു സൂയിസൈഡ്. അറ്റംപ്റ്റ് ടു സൂയിസൈഡ് എന്നുള്ളത്, അറ്റംപ്റ്റ് ടു സൂയിസൈഡ് അത് ഒരു സുപ്രീം കോടതി വെർഡിക്റ്റ് വന്നു, അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അറ്റംപ്റ്റ് ടു സൂയിസൈഡ്, ഇത് അറ്റംപ്റ്റ് ടു സൂയിസൈഡ് എന്നുള്ളത് സെക്ഷൻ 309 ഓഫ് IPCയുടെ സെക്ഷൻ 309 പ്രകാരം ക്രിമിനൽ ആണ്. ഒരു കേസ് എടുക്കാൻ പറ്റുന്ന എന്താ വെച്ചാൽ ആത്മഹത്യാ സംബന്ധം പറഞ്ഞ് കേസ് എടുക്കാം. ഓക്കെ, അപ്പം അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 309 ഓഫ് IPC, സെക്ഷൻ 309 ഓഫ് IPC. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം സെക്ഷൻ സൂയിസൈഡ് എന്ന് പറയുന്നതാണ് ഞാൻ സ്വയമായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പം എനിക്ക് ജീവിക്കാനുള്ള തന്നെ മരിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് നമ്മളിവിടെ ആ രീതിയിലാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കത് ഡിസ്കഷൻ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം അറ്റംപ്റ്റ് ടു സൂയിസൈഡ് ക്രിമിനലൈസ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 309 ഓഫ് IPC. അപ്പൊ ഇവിടെ പറയുന്നത് 210th ലോ കമ്മീഷൻ 210th 210th ലോ കമ്മീഷൻ recommends 210th law commission recommends to decriminalize attempt to suicide. 210th law commission recommends 210th law commission recommends to decriminalize attempt to suicide. Attempt to suicide decriminalize ചെയ്യാൻ 210th law commission പറയുന്നുണ്ട്. decriminalize ചെയ്യുന്ന പറയുമ്പോൾ സെക്ഷൻ 309 എടുത്തു മാറ്റാൻ. കാരണം ഇവിടെ പറയുന്നത് വെച്ചാൽ ആർട്ടിക്കിൾ 21 എന്നുള്ളത് എന്താണ്? റൈറ്റ് ടു ലൈഫ് ആണ്. അപ്പൊ എന്താണ്? തീർച്ചയായിട്ടും ഇവിടെ റൈറ്റ് ടു ഡൈ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ സുപ്രീം കോടതി നമ്മൾ ഇനി കോട്ട് ചെയ്യേണ്ട ഒരു കേസാണ് പി രത്നം കേസ്. പി രത്നം കേസ് സുപ്രീം കോടതി പറയുന്നുണ്ട് എന്താണ്? അദ്ദേഹത്തെ ഒരാളെ നിർബന്ധിച്ച് ജീവിക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ അവിടെ മരണം ആവാന്നുള്ള. അപ്പൊ അത് നമുക്ക് എഴുതാം. സുപ്രീം കോർട്ട് ഇൻ പി രത്നം കേസ്, Supreme Court in P. Ratnam case stated that Supreme Court in P. Ratnam case stated that Supreme Court in P. Ratnam case stated that individual has a right not to live a forced life. Individual has a right not to live a forced life. Stated that an individual has a right not to live a forced life. Individual has right not to live a forced life. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പൊ അത് സുപ്രീം കോടതി ഇവിടെ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് പ്രൊവൈഡ്സ് പേഴ്സണൽ ഓട്ടോണമി. പേഴ്സണൽ ഓട്ടോണമി ആണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം നിർബന്ധം ജീവിക്കേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് അത് മരിക്കാം. ഓക്കെ, പേഴ്സണൽ ഓട്ടോണമി. അതുകൊണ്ട് തന്നെ സെക്ഷൻ 309 മാറ്റണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെയുള്ള ചില ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ അതും കൂടെ അഡ്രസ് ചെയ്യണം. ഇപ്പൊ ഈ സെക്ഷൻ 309 ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റാം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് മാറ്റാം. അങ്ങനെ മാറ്റുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് അതിന്റെ ഈ ഒരു സൈഡ് കാണുമ്പോൾ അടുത്ത സൈഡ് കൂടെ നമ്മൾ അവിടെ കാണണം. ഇപ്പൊ ഇവിടെ ഉള്ള ഒന്ന് രണ്ട് ഇഷ്യൂസ് ഞാൻ പറയാം. ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ആത്മഹത്യ ഉള്ളത് ചൈനയിലാണ്.
ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ഉള്ളത്. നമുക്ക് തീർച്ചയായിട്ടും എഴുതാം, അത് ഞാനത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന എഴുതാം. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ഉള്ളത് ചൈനയിലാണ്, അത് കഴിഞ്ഞ ഇന്ത്യയിലാണ്. അപ്പൊ ഇന്ത്യയിൽ ഇത്രയധികം സൂയിസൈഡ് നടക്കും, ലോകത്ത് തന്നെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ ഡീക്രിമിനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് കൂടില്ലേ എന്നുള്ളതാണ് ഒരു വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ WHO കണക്ക് പ്രകാരം 1,00,000 പോപ്പുലേഷനിൽ 21 പേര് ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. 1,00,000 പേരിൽ 21 പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പം ഇത്രയും ഹൈ ഒരു സൂയിസൈഡ് റേറ്റ് ഉള്ള ഒരു നാഷനിൽ വീണ്ടും ഇത് ഡീക്രിമിനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു എന്താണ്, വീണ്ടും സൂയിസൈഡ് റേറ്റ് കൂടും എന്നുള്ളതാണ് അവർ പറയുന്ന ഇങ്ങനെ പറയുന്ന ഒരു വിഷയം. രണ്ടാമത്തെ ഒരു വിഷയം സൂയിസൈഡ് ബോംബേഴ്സ് ആണ്, എന്ന് വെച്ചാൽ ചാവേർ ബോംബുകൾ. അപ്പം നമുക്കറിയാം അവരും കാരണം മരിക്കാൻ തയ്യാറാണ്, ഏതോ ഒരു കാരണത്തിന് വേണ്ടി, എന്താ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി, എന്ത് കാരണത്താലും ചാവേർ ബോംബുകളുണ്ട്, അവരും മരിക്കാൻ തയ്യാറായിട്ടാണ് വരുന്നത്. അപ്പോ അവരെ ഇപ്പൊ എന്താണ് നമുക്ക് നിലക്ക് നിർത്താനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു നിയമം കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതില്ലാന്നതോടുകൂടി അവർക്ക് ഈ നിയമത്തിന്റെ പഴുതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു പഴുതും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയല്ലേ ഇത് മാറുന്ന വഴി എന്നുള്ളതും കൂടെ ഇവിടെ ആശങ്ക സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇഷ്യൂസ് ഇങ്ങനെയാണ്, നമുക്കത് എഴുതാം. ഇന്ത്യ ഹാസ് ദ ഹയസ്റ്റ് സൂയിസൈഡ് റേറ്റ്. ഇന്ത്യ ഹാസ് ദ ഹയസ്റ്റ് സൂയിസൈഡ് റേറ്റ് ഇൻ ദ വേൾഡ്. India has the highest suicide rate in the world after China. India has the highest suicide rate in the world after China. As per WHO, 21% suicide per lakh population in India. As per WHO, 21% suicide per lakh population in India. 1,00,000 പേര് ഇത്രയും പേര് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഈ സെക്ഷൻ 309 റിമൂവ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബെനിഫിറ്റ് ദ സൂയിസൈഡ് ബോംബേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുത്തെ എന്താണ് നമ്മൾ നേരത്തെ കണ്ടത്, നമ്മൾ സെക്ഷൻ 309 ഡീക്രിമിനലൈസ് ചെയ്യണം, അറ്റംപ്റ്റ് ടു സൂയിസൈഡ് ഡീക്രിമിനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അതിന്റെ ഇഷ്യൂസ് പറഞ്ഞു. ഇനി നമ്മൾ ഇവിടെ ഒരു കൺക്ലൂഷൻ കൊടുക്കണം. അപ്പൊ എന്താണ് നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞു, അതിന്റെ സജഷൻ പറഞ്ഞു, ഒരു കൺക്ലൂഷൻ കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സൂയിസൈഡ് നടക്കണം. അപ്പൊ സൂയിസൈഡ് നടക്കാന്ന് പറഞ്ഞാൽ അപ്പം അവൻ ജീവിതത്തിലെ എല്ലാ മേഖലയിലും പരാജയപ്പെട്ടു, എല്ലാ പരീക്ഷ എഴുതി, എല്ലാ ഇതും എഴുതി പരാജയപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സൂയിസൈഡിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെയല്ല, ജീവിതത്തിലെ എല്ലാ മേഖലയും പരാജയപ്പെട്ടു, അവസാനം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, ആത്മഹത്യ പോലും പരാജയപ്പെട്ടു. അപ്പൊ അങ്ങനെ ആത്മഹത്യ പോലും പരാജയപ്പെട്ട വ്യക്തിയെ പിടിച്ച് നമ്മൾ ലോക്കപ്പിൽ ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് കൊടുക്കുന്നത്? നമ്മൾ മെന്റൽ ഹെൽത്ത് കെയർ ആണ് കൊടുക്കുന്നത്, മെന്റൽ ഹെൽത്ത് കെയർ. അപ്പൊ ജീവിതത്തില് ആത്മഹത്യയിൽ പോലും പരാജയപ്പെട്ട ആ വ്യക്തിയെ നമ്മൾ വീണ്ടും പീഡിപ്പിക്കല്ല, ഹെൽത്ത് കെയറിലാണ്, ഹെൽത്ത് കെയർ സിസ്റ്റം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് നമ്മളൊരു കൺക്ലൂഷൻ ആയിട്ട് ചെയ്തത്. ഓക്കെ, സോ ദ കൺക്ലൂഷൻ വിൽ ബി ബെറ്റർ ഓപ്ഷൻ ഈസ് ടു നോട്ട് ടു പണിഷ് എനിവൺ. Better option is not to punish anyone for attempting suicide. Better option is not to punish anyone for attempting suicide. The nation should provide better mental health care. The nation should provide better mental health care. രാജ്യം അവർക്ക് മാനസിക ആരോഗ്യത്തിനുള്ള പ്രോജക്റ്റുകൾ, കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. കാരണം ഒരു മാനസികമായിട്ടുള്ള ഡിപ്രഷൻ അങ്ങനെയുള്ള ആഘാതത്തിലൂടെയാണ് ഇവരിലേക്ക് പോകുന്നത്. അപ്പൊ അവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി മാനസിക ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ സൃഷ്ടിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടാമത്തെ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞു. ആദ്യ ഏരിയ നമ്മൾ പറഞ്ഞ ട്രാൻസ്ജെൻഡർ റൈറ്റ്സ് ആണ്, 2 അറ്റംപ്റ്റ് ടു സൂയിസൈഡ്, അത് കഴിഞ്ഞു. ഇനി ഒരു ഏരിയ ഡിസ്കസ് ചെയ്യാൻ ഈ ഒരു ടോപ്പിക്, ആർട്ടിക്കിൾ 21 ഒരു ടോപ്പിക് ഇന്നത്തെ ക്ലാസ് തീർക്കാം. അടുത്ത ടോപ്പിക്കാണ് യൂത്തനേഷ്യ അല്ലെങ്കിൽ ദയാവധം. അറ്റംപ്റ്റ് സൂയിസൈഡ് വീണ്ടും ക്രിമിനലൈസ് ചെയ്തിട്ടില്ലേ? ഗ്യാൻ കൗർ കേസിൽ 96 വീണ്ടും ക്രിമിനലൈസ് ചെയ്തു. ഈ ഡിസിഷൻ ഓവർറൂൾ ചെയ്തു ഇത്തരം കേസിലെ. ഓക്കെ. അപ്പൊ ഈ കേസിൽ വെർഡിക്റ്റ് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇതിൽ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ലോ കമ്മീഷൻ ഇവിടെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം സുപ്രീം കോടതി ഒരു ഇതിൽ കറക്റ്റ് ആയിട്ട് ഒരു വെർഡിക്റ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ വായിച്ചനുസരിച്ച് ഇത് ഗവൺമെന്റ്, സുപ്രീം കോടതി വെർഡിക്റ്റ് കൂടെ ഇല്ല, ഒരു ഗവൺമെന്റ് ഇതിൽ കൂടെ ഇത് ഡീക്രിമിനലൈസ് ചെയ്തതായിട്ടാണ് ഞാൻ വായിച്ചത്. ഇനിയിപ്പം മാറ്റം വന്നിട്ടുള്ളൂ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഇത് 94 കേസാണ് ഈ രത്നം കേസ് വന്നിരിക്കുന്നത്. പക്ഷെ 96 ഗ്യാൻകോർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നുള്ള കേസിനകത്ത് വീണ്ടും അത് ഈ ഡിസിഷൻ ഓവർറൂൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ സുപ്രീം കോടതി വെർഡിക്റ്റ് അല്ല പറയും. ഈ ഒരു ഇടയ്ക്ക് ഇത് ഇപ്പൊ ന്യൂസിൽ വരാണ്ട കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കൊല്ലം 1-2 ഒരു ഗവൺമെന്റ് ഓർഡറിലൂടെ
ഇത് ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ചെക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്കത്. കാരണം ഇപ്പം ഈ ഒരു അറ്റംപ്റ്റ് സൂയിസൈഡ് എന്നുള്ളത് എന്താണ് ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇത് കേസിൽ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്താണ് യൂത്തനേഷ്യ. യൂത്തനേഷ്യ അല്ലെ ദയാവധം. അപ്പൊ ഇതൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ കഴിയും യൂത്തനേഷ്യ. അപ്പൊ ഇതും എന്താണ് റൈറ്റ് ടു ഡൈ എന്നുള്ള അതേ കൺസെപ്റ്റ് വരുന്നത്. റൈറ്റ് ടു ലൈഫ് എന്നുള്ളത് ട്രാൻസ്ഫർ റൈറ്റ്സിലും നമ്മൾ മറ്റേ പേഴ്സണൽ ലിബർട്ടിയിലും കണ്ടു. ഇവിടെ റൈറ്റ് ടു ഡൈ എന്നുള്ള ഇതിൽ വരുന്നതാണ് യൂത്തനേഷ്യ. യൂത്തനേഷ്യ അല്ലെങ്കിൽ ദയാവധം. ഓക്കെ, യൂത്തനേഷ്യ. യൂത്തനേഷ്യ അതൊരു ഗ്രീക്ക് വേർഡ് ആണ് വിച്ച് മീൻസ് ഗുഡ് ഡെത്ത്. യൂത്തനേഷ്യ മീൻസ് ഗുഡ് ഡെത്ത്. അപ്പൊ യൂത്തനേഷ്യക്ക് പല ഡയമെൻഷൻസ് ഉണ്ട്. ഒന്ന് ആക്റ്റീവ് യൂത്തനേഷ്യ. ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടിയല്ല, ആ വ്യക്തിക്ക് മരണകാരണമായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ മരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ആക്റ്റീവ് യൂത്തനേഷ്യ. ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസിങ് സംതിങ് ടു കോസ് ഡെത്ത്. അതാണ് എന്ത് ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കൊല്ലുക. ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ദയാവധ ആഗ്രഹിക്കുന്നു, അപ്പൊ അദ്ദേഹത്തെ കൊല്ലുക. എന്തെങ്കിലും ഒന്ന് കുത്തിവെച്ച് വിഷം കുത്തിവെച്ചല്ല ഇതെടുത്തോ അത് മരണകാരണമാണ്. അതാണ് ആക്റ്റീവ് യൂത്തനേഷ്യ, ഇൻട്രൊഡ്യൂസിങ് സംതിങ് ടു കോസ് ഡെത്ത്. രണ്ടാമത്തെ ഒരു ഡയമെൻഷൻ ആണ് യൂത്തനേഷ്യ. രണ്ടാമത്തെ ഡയമെൻഷൻ ആണ് പാസീവ് യൂത്തനേഷ്യ. പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യന്റ് ഉണ്ട്, അദ്ദേഹത്തിന് വെന്റിലേറ്റർ സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. ആ മെഡിസിൻസ് നിർത്തിവെക്കുന്ന വഴി എന്താണ് അദ്ദേഹം മരണത്തിന് കാരണമാവും. ഇപ്പൊ പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നതാണ് വിത്ത് ട്രീറ്റ്മെന്റ് ഓഫ് സപ്പോർട്ട് സിസ്റ്റം. അതാണിത് പാസീവ് യൂത്തനേഷ്യ. ഇനി മൂന്നാമത്തെ ഡയമെൻഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ ചില എഴുതാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം, കുഴപ്പമില്ല. അത് ഗ്രൂപ്പിൽ സാറ് കൊടുത്തോളാം, സാറ് ഷെയർ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ അവസാനത്തെ ഡയമെൻഷൻ ആണ് ഫിസിഷ്യൻ അസിസ്റ്റഡ് ഡൈയിങ്. എന്ന് വെച്ചാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ദ ലൈഫ്. ഡോക്ടറുടെ സഹായത്തോടു കൂടി മരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? എന്താണ് ഫിസിഷ്യൻ അസിസ്റ്റഡ് ഡൈയിങ്. ഇപ്പൊ 3 ഡയമെൻഷൻസ് ആണുള്ളത്. ഒന്ന് ആക്റ്റീവ് യൂത്തനേഷ്യ, 2 പാസീവ് യൂത്തനേഷ്യ, 3 ഫിസിഷ്യൻ അസിസ്റ്റഡ് ഡൈയിങ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യൻ സിറ്റുവേഷനിലെ മെയിൻ ആയിട്ട് കേസാണ് അരുണ ഷാബാഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2011. അരുണ ഷാബാഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2011. ഈ ഒരു കേസിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ഇങ്ങനെ ബോംബെയില് അരുണ ഷാബാഗ് എന്നുള്ള ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അവരെ അരുണ ഷാബാഗ്. ഓക്കെ, സ്പെല്ലിംഗ് അവിടെ ചോദിക്കുന്നു. അരുണ ARUNA, അരുണ ഷാൻബാഗ് SHANBAUG. അപ്പം ഈ ഒരു കേസിനെ വെച്ച് കണ്ടാണ് ഇവിടെ യൂത്തനേഷ്യയുടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ കേസിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് പറഞ്ഞു വരുന്നത്. കാരണം അവിടെ ഒരു ബോംബെയിൽ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ നേഴ്സിനെ എന്താണ് ബാഡ് ബോയ് റേപ്പ് ചെയ്യുകയും പിന്നീട് അവര് കോമ സ്റ്റേജിലേക്ക് വരികയും ചെയ്തു. അപ്പൊ അവിടെയുള്ള നേഴ്സസ് പറഞ്ഞത് അവരെ ജീവിതകാലം മുഴുവൻ അവരെ സംരക്ഷിച്ചോളാം എന്ന് അവിടെ ആ ഹോസ്പിറ്റലിലെ മറ്റു നേഴ്സുമാർ പറഞ്ഞു. പക്ഷെ ഈ അരുണയുടെ ഒരു ഫ്രണ്ട് സുപ്രീം കോടതിയിൽ വന്ന് ഒരു കേസ് ഫയൽ ചെയ്യാണ്. അവർക്ക് ദയാവധം നൽകണം, കാരണം ജീവിച്ചിരിക്കാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ എന്താണ് ഒരു ഡിഗ്നിഫൈഡ് ആയിട്ട് ഡെത്തിലേക്ക് നയിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു വെഡിക്റ്റിലാണ് ഇവിടെ അരുണ ഷാബാഗ് എന്നുള്ള ഈ കേസിന്റെ കാരണമായത്. അപ്പൊ ഇവിടെ നമ്മള് യൂത്തനേഷ്യയുടെ കാര്യത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് 2 രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ യൂത്തനേഷ്യ ഫുള്ളി ലീഗൽ ആയിട്ടുള്ളത്. ഒന്ന് നെതർലാൻഡ്സും 2 ബെൽജിയത്തിലും. ഓക്കെ, ഇറ്റ് ഈസ് ഫുള്ളി ലീഗൽ. ഫുള്ളി ലീഗൽ എന്ന് പറയുമ്പോൾ ആക്റ്റീവ് യൂത്തനേഷ്യയും പാസീവ് യൂത്തനേഷ്യയും രണ്ടും അനുവദിച്ചിരിക്കുന്ന ലോകത്തെ 2 രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ നേഷൻസ് ആണ്. നെതർലാൻഡ്സിലും ബെൽജിയത്തിലുമാണ്. അപ്പം ഇവിടെ നമ്മൾ കാണേണ്ടത് യൂത്തനേഷ്യ എന്നുള്ള ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ആർഗ്യുമെന്റ്സ് ഈ യൂത്തനേഷ്യ നടപ്പാക്കണം എന്ന് പറയുന്ന ആർഗ്യുമെന്റ്സ് എഗനിസ്റ്റ് യൂത്തനേഷ്യ, പിന്നെ അതുപോലെ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് യൂത്തനേഷ്യ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അപ്പം ആദ്യം നമുക്ക് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡീൽ ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ആ യൂത്തനേഷ്യയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ആർഗ്യുമെന്റ്സ് എഗനിസ്റ്റ് യൂത്തനേഷ്യ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് യൂത്തനേഷ്യ ദയാവധത്തിനെതിരായുള്ള ആർഗ്യുമെന്റ്സ്. ഒന്ന് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡസ് നോട്ട് ഗീവ് റൈറ്റ് ടു ഡൈ. എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ഡൈ എന്നുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നിട്ടില്ല. കാരണം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് റൈറ്റ് ടു ഡൈ എന്ന് പറയാം. കാരണം റൈറ്റ് ടു ലൈഫ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ
ഒരു പോസിറ്റീവ് വേയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ടു ലൈഫ് എന്നുള്ളത് ഒരു പോസിറ്റീവ് വേയിലാണ് പറയുന്നത്. അപ്പം എന്താണ് റൈറ്റ് ടു ഡൈ എന്നുള്ള ഒരു നെഗറ്റീവ് അതാണ്. അത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഉദ്ദേശിച്ചല്ല എന്നാണ് ആർഗ്യുമെന്റ് ആയിട്ട് മെയിൻ ആയിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഏത് ക്വസ്റ്റൻ എടുക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ കോട്ട് ചെയ്താണ് പറയാം. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 എന്ന ഉദ്ദേശം എന്താണ്? ഒരു പോസിറ്റീവ് വേയിലാണ്, അല്ലാണ്ട് നെഗറ്റീവ് വേയിൽ റൈറ്റ് ടു ഡൈ എന്ന് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ എഗൻസ്റ്റ് യൂത്തനേഷ്യ എന്ന് പറയുന്നത് നെഗ്ലക്ട് ഓഫ് ഹെൽത്ത് കെയർ. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം വളരെയധികം മോശമാണ്. അപ്പം ക്രിട്ടിക്കലി ഇല്ലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് യൂത്തനേഷ്യ കൊടുക്കും. ഇദ്ദേഹം ഒരിക്കലും രക്ഷപ്പെടില്ല, ഇദ്ദേഹത്തിന് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ശരിക്കും പറയാൻ യൂത്തനേഷ്യയുടെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയാണോ? ഒരു യഥാർത്ഥത്തിൽ ഒരു നല്ല ഹെൽത്ത് കെയർ സിസ്റ്റം ഇന്ത്യയിൽ നിലവിൽ ഇല്ലാത്തടത്തോളം കാലം എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇദ്ദേഹം ഒരിക്കലും രക്ഷപ്പെടത്തില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് യൂത്തനേഷ്യ കൊടുക്കാൻ പറ്റും എന്നുള്ളത്? ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആണ് ദ നെഗ്ലക്റ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ദ നെഗ്ലക്റ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പൊ അങ്ങനെ മോശം ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെ നമ്മൾ യൂത്തനേഷ്യ സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റും? അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആണ് മിസ്യൂസ് ഓർ അബ്യൂസ്. മിസ്യൂസ് ഓർ അബ്യൂസ്. ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെയുള്ള യൂത്തനേഷ്യ വെൽത്തിന് വേണ്ടി തീർച്ചയായിട്ടും അബ്യൂസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് ഇങ്ങനെയുള്ള ഓൾഡ് പേഷ്യൻസിനൊക്കെ പേരൻസിനൊക്കെ അവര് ഇങ്ങനെ വെൽത്തിന് വേണ്ടി മിസ്യൂസ് ചെയ്യും. ഓൾഡ് പേഷ്യൻസിനെ വേണമെന്നില്ല, ഇപ്പൊ നമുക്ക് വാർത്തകളിലൊക്കെ എന്താണ് സ്വന്തം വീട്ടുകാരെ പോലും വെൽത്തിന് വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഇത് മിസ്യൂസ് അബ്യൂസ് ഉള്ളത് വളരെയധികം നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആർഗ്യുമെന്റ് എഗനിസ്റ്റ് യൂത്തനേഷ്യ എന്നുള്ളത് മെഡിക്കൽ എത്തിക്സ്. മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമാണ്. കാരണം എന്താണ്? ഒരു ഫിസിഷ്യൻ, ഒരു ഡോക്ടറെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു കാര്യം എന്താണ്? അദ്ദേഹത്തിനെ വരവേൽപ്പിച്ചിട്ട് കാര്യം എന്താണ്? പ്രൊട്ടക്ട് ലൈഫ്, ജീവന്റെ സംരക്ഷകരാണ്. അവരോടാണ് ഇവര് പറയുന്നത് പാസീവ് അല്ല ആക്റ്റീവ് യൂത്തനേഷ്യ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് സോ മെഡിക്കൽ എത്തിക്സ്, സോ ഇറ്റ് ഈസ് എഗനിസ്റ്റ് മെഡിക്കൽ എത്തിക്സ്. ഫിസിഷ്യൻസ് ആർ ടു പ്രൊട്ടക്ട് ലൈഫ്. അപ്പൊ മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമാണ്. അപ്പൊ അതാണ് അടുത്ത കാര്യം. ഇനി അടുത്തൊരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നിക്വാളിറ്റി ഉണ്ട്. ഇന്ത്യയിലാണ് ഹൈ ഇന്നിക്വാളിറ്റി ഉള്ള ഒരു നാഷനാണ്. അപ്പൊ ഹൈ ഇന്നിക്വാളിറ്റി ഉണ്ട്. അപ്പൊ ആ ഹൈ ഇന്നിക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പുവർ പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി, ഒരു പാവപ്പെട്ട ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ പോയി. അദ്ദേഹത്തിന് പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബന്ധുക്കളോ അല്ലെ സുഹൃത്തുക്കളോ അദ്ദേഹത്തിന് യൂത്തനേഷ്യ നൽകാൻ സമ്മതിച്ചിരിക്കാം. അതേസമയം ഞാനൊരു വലിയ പണക്കാരനായ വ്യക്തിയാണ്, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കോടികൾ രൂപയുണ്ട്. അപ്പൊ എനിക്ക് വെന്റിലേറ്റർ സപ്പോർട്ടോ അങ്ങനെയുള്ള മെഡിക്കൽ സപ്പോർട്ടൊക്കെ എത്ര മാസം അല്ലെ എത്ര കൊല്ലം വേണമെങ്കിലും അഫോർഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ എനിക്ക് എന്താണ് എന്റെ ജീവൻ സംരക്ഷിക്കാനുള്ള ഒരു കാര്യം എനിക്ക് മാത്രമുണ്ട്. കാരണം എന്താണ്? എന്റെ പണത്തിന്റെ പിൻബലത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഇന്നിക്വാളിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അടുത്തൊരു ആർഗ്യുമെന്റ് ആണ് അവിടെ പാലിയേറ്റീവ് കെയർ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പാലിയേറ്റീവ് കെയർ സപ്പോർട്ടേഴ്സ് പറയുന്നത് ഇങ്ങനെയുള്ള യൂത്തനേഷ്യ ഒരു മോശം കാര്യമാണ്. കാരണം പാലിയേറ്റീവ് കെയർ സപ്പോർട്ട് വഴി കൂടുതൽ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ആർഗ്യുമെന്റ്സ് എഗനിസ്റ്റ് യൂത്തനേഷ്യ. ഇനി അടുത്തത് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് യൂത്തനേഷ്യ. യൂത്തനേഷ്യ നടപ്പാക്കണം എന്ന് പറയുന്നത് ഒന്നാമത്തെ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി. റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി. റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി. അപ്പൊ അതാണ് ഒന്നാമത്തെ ആർഗ്യുമെന്റ്. രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആണ് ഈ എന്താണ് കെയർ ഗീവേഴ്സിന് വലിയ ബർഡൻ ആണ്. കാരണം ഇങ്ങനെയുള്ള ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് മെന്റലും അതുപോലെ ഫൈനാൻഷ്യൽ ബർഡൻ ആണ്. സോ ദ കെയർ ഗീവേഴ്സ് ഫൈനാൻഷ്യൽ മെന്റൽ ബർഡൻ വിൽ ബി ലെസൺ. കെയർ ഗീവേഴ്സ് ഫൈനാൻഷ്യൽ മെന്റൽ ബർഡൻ വിൽ ബി ലെസൺ. മൂന്നാമത്തെ ആർഗ്യുമെന്റ് ആണ് ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, അതുകൊണ്ട് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ നല്ലത് അദ്ദേഹത്തിന്റെ ഓർഗൻസ് ഹാർവെസ്റ്റ് ചെയ്തിട്ട്, ഇപ്പം എന്താണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗൻസ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് അത് ആവശ്യമുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം അത് ഇപ്പൊ ആ ഒരു രീതിയിൽ എന്താണ് ഇങ്ങനെയുള്ള കിഡ്നി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാതെ വളരെയധികം ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു റൈറ്റ് ടു ലൈഫ് ആവും. ഇവിടെ ഒരു റൈറ്റ് ടു ഡെത്ത് ആകുമ്പോൾ അവിടെ എന്താവും? അത് റൈറ്റ് ടു ലൈഫ് ആവും. അപ്പൊ ഒരാൾക്ക് അത് ഒരു വ്യക്തിക്ക് അത് റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി ആകുമ്പോൾ മറ്റു പലർക്കും അത് റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി ആവും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. എൻകറേജിങ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. That is right to die for terminally ill patient. Right to die for terminally ill patient will give
right to life will give right to life for organ needy persons. Right to die for terminally ill patients will give a right to life for organ needy patients. ഓക്കെ, അപ്പൊ നമ്മൾ യുത്തനേഷ്യ പറഞ്ഞു, അതിന്റെ ഇൻഫേവർ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് പറഞ്ഞു, അതിന്റെ എഗനിസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് പറഞ്ഞു. ഇനിയിപ്പോ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തണം. ഓക്കെ, അപ്പൊ കൺക്ലൂഷൻ എന്താണ്? യൂത്തനേഷ്യ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ആ രീതിയിൽ എഴുതണോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ കാര്യം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എഴുതേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ കൺക്ലൂഷൻ, Constitution of India gives right to life. Constitution of India gives right to life in positive direction. Constitution of India give right to life in positive direction. Constitution of India give right to life in positive direction. Euthanasia cannot be implemented. Euthanasia cannot be implemented with the present poor healthcare system in India. Euthanasia cannot be implemented with the present poor healthcare system in India. Euthanasia cannot be implemented with the poor healthcare system in India. India should primarily invest in the access to healthcare. India should primarily invest in the access to healthcare. India should primarily invest in the access to healthcare. Okay, India should primarily invest in the access to healthcare. അപ്പൊ ഇതാണ് നമ്മൾ അതിന്റെ ഒരു കൺക്ലൂഷൻ. കാരണം നമ്മള് യൂത്തനേഷ്യ എന്ന് പറഞ്ഞ് ഇവിടെ ആർഗ്യുമെന്റ്സ് നടത്തുന്നതിന് മുന്നേ ഒരു ബെറ്റർ ക്വാളിറ്റി ഹെൽത്ത് കെയർ സിസ്റ്റം അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ആണ് അദ്ദേഹത്തിന് ഇനി ജീവിക്കാൻ സാധിക്കില്ല എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദേവത്തെ കുറിച്ചും യൂത്തനേഷ്യ സംസാരിച്ചാൽ മതിയാവുമല്ലോ. ഇതാണ് എന്റെ കൺക്ലൂഷൻ. ഇനി അപ്പൊ ഈ ഒരു ഇതോടുകൂടി നമ്മൾ ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ആർട്ടിക്കിൾ 21 അടുത്തൊരു എക്സ്റ്റൻഷൻ ആണ് റൈറ്റ് ടു പ്രൈവസി. നമ്മൾ അടുത്ത ജസ്റ്റിസ് പൊട്ടുസ്വാമി കേസിലൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പൊ അത് നമ്മൾ അടുത്തിൽ കാണും. അതുപോലെ തന്നെ ഇനി മറ്റൊന്നാണ് ആർട്ടിക്കിൾ 19 കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ അഫ്സ വെച്ചാൽ ആം ഫോർ സ്പെഷ്യൽ. നമ്മൾ വേറൊരു ആർട്ടിക്കിൾ എടുക്കും, അതിന്റെ ഇതുപോലെ തന്നെ കുറെ ഡയമെൻഷൻസ് ആണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ക്ലാസ്സിൽ മുന്നോട്ട് പോവുക. ഇപ്പൊ ഒരു ആർട്ടിക്കിൾ 21 ഇത്രയും ഡയമെൻഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഒരു ഡയമെൻഷൻ ഉണ്ട്, റൈറ്റ് ടു പ്രൈവസി. അതുപോലെ തന്നെ ഇനി നമ്മൾ കാണുന്ന ആർട്ടിക്കിൾ 19 ആണ്. ഇതുപോലെ പല ഡയമെൻഷൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ ആർട്ടിക്കിൾ 32. ഇപ്പൊ ഇങ്ങനെ ഓരോ ആർട്ടിക്കിൾ എടുത്ത് അതിന്റെ പല ഡയമെൻഷൻസ് എടുത്താണ് നമ്മൾ പഠിക്കുക. ഓക്കെ, ഈ രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സിൽ മുന്നോട്ട് പോവുക. ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം. നമുക്ക് ആ രീതിയിൽ ഇനി ഇതിലും കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഓരോ ആർട്ടിക്കിൾ തന്നെ ഇത്രയും ഡയമെൻഷൻ എടുത്ത് നമ്മൾ പറയും. ഇനിയിപ്പോ ഇതിലും ഒരു ഡയമെൻഷനോട് ഇനി പറയാനുണ്ട്. ഈ രീതിയിൽ ക്ലാസ് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വീണ്ടും ലക്ഷ്മികാന്തിലെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞാൽ നല്ലത്. ഇങ്ങനെ ഡിഫറെന്റ് ഡയമെൻഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് എന്റെ ഒരു ചിന്ത. ഇനി ഇതില് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ ഇപ്പൊ പറയുകയോ ചെയ്യാം. ഇനിയല്ല ഇതെന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇനി ഈ ക്ലാസ്സുകളുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ ആണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഓരോ ഡയമെൻഷൻസ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ കണ്ടന്റ് ഇട്ട്, അപ്പൊ അതിന് വീഡിയോ അല്ല അതിന്റെ PPT ഷെയർ ചെയ്യും. ആ രീതിയിൽ നമുക്ക് ക്ലാസ്സിൽ മുന്നോട്ട് പോകാം. ഓക്കെ.